മക്കളെ വെൽക്കം ബാക്ക് ടു എക്സാമിനർ. യെസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടാണ്. ഓക്കെ, എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമ്മൾ പ്രഡിക്ഷൻ ആണ്. റെഡി? ഈ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം കൃത്യമായിട്ട് പറയാണ് സാറ്, ഈ പ്രഡിക്ഷനിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് എക്സാമിന് പോവുക എന്നല്ല മീനിങ്. ഓക്കെ, ജസ്റ്റ് എന്താണ്, കാൽക്കുലേറ്റഡ് പ്രഡിക്ഷൻ ആണ്. ഓക്കെ, യെസ്, നമുക്ക് തന്നെ അറിയാലോ നമ്മുടെ സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ എന്ത് ചോദിക്കും, എന്ത് ക്വസ്റ്റ്യൻ വരും എന്നുള്ള മക്കൾക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം അല്ലേ? യെസ്, അപ്പം അതിൽ എന്താണ് മക്കൾ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടാവും. അതിൽ നിന്നും മക്കൾക്ക് നല്ലൊരു ഐഡിയാസ് ഉണ്ടാവും അല്ലേ? യെസ്, പക്ഷേ എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്നും മക്കൾ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നോക്കിയിട്ടുണ്ടോ? അതിന് നോക്കാനുള്ള ടൈം മക്കൾക്ക് ഉണ്ടായില്ല. കാരണം അത്രയ്ക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കിടക്കും അല്ലെ? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അടുത്ത നോക്കാം. അങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങ് പോകണം, എത്ര എങ്ങാൻ പോകണം അല്ലേ? യെസ്, അപ്പോൾ മക്കൾക്ക് ഒരു ഹെൽപ്പായിട്ട് കൃത്യമായിട്ട് മക്കൾ നോക്കേണ്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സാർ റെഫർ ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് സാറ് പറഞ്ഞു. റെഡി? അപ്പോൾ കൃത്യമായിട്ട് എന്താക്കുക, മക്കള് പഠിക്കുക. എന്ത് പഠിക്കുക? ഈ പറയുന്ന കാര്യം മാത്രമല്ല, നമുക്ക് പഠിക്കാനുള്ളത് എല്ലാം പഠിക്കുക. ഓക്കെ, നമ്മളെ മെയിൻ ആയിട്ട് നോക്കുന്ന കാര്യം അല്ലെ? നമ്മളിപ്പോൾ സാറ് പറഞ്ഞാലും മക്കൾക്കൊരു ഇതുണ്ടാവും, മക്കൾക്കൊരു ഐഡിയ ഉണ്ടാവും, അത് പഠിക്കണം. സാർ അത് പറഞ്ഞിട്ടില്ല, എന്നാലും അത് പഠിക്കണം അല്ലേ? അപ്പോൾ ആ കാൽക്കുലേഷനും മക്കളെ കൂടെ തന്നെ ഉണ്ടാവണം. റെഡി? എന്നാലും നമുക്കൊന്ന് ഒന്ന് നോക്കിക്കൂടെ? നമ്മൾ ഒരു വർഷമായിട്ട് ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് പഠിക്കുന്നതല്ലേ അല്ലേ? അതിൽ നിന്നും നമുക്കുള്ളൊരു ഐഡിയാസ് ഉണ്ടാവുമല്ലോ, അത് നമുക്കൊന്ന് നോക്കാം അല്ലേ? നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മേക്ക് ചെയ്യുന്ന ആൾക്കാർ ചിന്തിച്ച് തീരുന്നെടുത്ത് നമുക്കൊന്ന് ചിന്തിച്ച് തുടങ്ങാം. ഓക്കെ, എന്ത് പറയുന്നു? റെഡി അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ നമുക്കൊന്ന് നോക്കാം അല്ലെ, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് തന്നെ മക്കൾ ശ്രദ്ധിച്ചോ, കൃത്യമായിട്ട് മക്കള് ഫോക്കസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു അസറ്റിന്റെ അക്കൗണ്ട് നമ്മോട് പ്രിപ്പയർ ചെയ്യാൻ പറയും. ലൈക്ക് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, അതായത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താക്കാം, ഒരു അസറ്റിന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. കൃത്യമായിട്ട് മക്കൾ പഠിച്ചിരിക്കണം. ഇവിടെ സാറ് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. സാർ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. ഓക്കെ, യെസ്, എന്ന് വെച്ച് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് മാത്രം പഠിച്ചിട്ട് പോവുക എന്നുള്ള അല്ലെ? കുറച്ചുകൂടെ കാൽക്കുലേഷൻ അധികം വരുന്നത് ഏതാണ് നമുക്ക് അല്ലെ? ഇതിന്റെ സെക്കൻഡ് മെത്തേഡാണ്. ഓക്കെ, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലാണ്. ഓക്കെ, പക്ഷേ സാറ് പ്രഡിക്റ്റ് ചെയ്യുന്നത് ഏതാണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. നിങ്ങൾക്ക് ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്നാണ്. റെഡി? അപ്പോൾ കൃത്യമായിട്ട് എന്താക്കുക, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, റെഡി? യെസ്, ദെൻ നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തതായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചോദിച്ചിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളെ റെക്ടിഫിക്കേഷൻ. ഓക്കെ, റെക്ടിഫിക്കേഷൻ ഓഫ് എൻട്രി. ഓക്കെ, അതിൽ മക്കൾ ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യമാണ് ഇത് നമ്മുടെ ഒരു അണ്ടർ ക്യാഷ് അല്ലെങ്കിൽ ഓവർ ക്യാഷ് എന്ന് പറയുന്ന ആ ഒരു റെക്ടിഫിക്കേഷൻ നമ്മൾ കൃത്യമായിട്ട് നോക്കണം. റെഡി? ഓക്കെ, റെക്ടിഫിക്കേഷനിൽ മെയിൻ ആയിട്ട് വരുന്ന ഐറ്റമാണ് ഈ അണ്ടർ ക്യാഷ് ഓവർ ക്യാഷ് എന്നൊക്കെ പറയുന്നത്. അതും ഈ സെയിൽസ് റിട്ടേൺസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺസ് ബുക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നോക്കുക ചെക്ക് ഇഷ്യൂഡ് ആൻഡ് നോട്ട് റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ദെൻ അതേപോലെ തന്നെ പർച്ചേസ് അല്ലെ? ഒരാളിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തു അല്ലെ? വാസ് റെക്കോർഡ് ഇൻ പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, പക്ഷേ പർച്ചേസ് റിട്ടേൺസ് ബുക്കിൽ മാറി എഴുതിപ്പോയി. ഇതുപോലെ ബുക്സ് മാറി എഴുതുന്ന കാൽക്കുലേഷൻ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാ. ഓക്കെ, ദെൻ ഈ ഒരു കേസ് അല്ലെ? നമ്മൾ ഒരു മെഷീനറിന്റെ റിപ്പയർ അല്ലെ? നമ്മൾ മെഷീനറി അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കൃത്യമായിട്ട് മക്കൾ പഠിച്ചു വെക്കുക. ഓക്കെ, റെക്ടിഫിക്കേഷൻ എൻട്രീസ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അതിൽ മെയിൻ ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് മക്കളെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ ഒരു അണ്ടർ കാസ്റ്റ് ഓവർ കാസ്റ്റ്, അതുപോലെ തന്നെ പർച്ചേസ് മാറിപ്പോകുന്ന കേസ്, അതുപോലെ തന്നെ ഈ ഒരു മെഷീനറി ഈ അസറ്റിന്റെ ഈ ഒരു കേസ്. ഓക്കെ, റെഡി? യെസ്, ദെൻ നമ്മൾ പോകേണ്ട അടുത്ത ഐറ്റമാണ് ബാങ്ക് കോളം, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ്. ഓക്കെ, ഡബിൾ കോളം ക്യാഷ് ബുക്ക് നമുക്ക് പെറ്റി ക്യാഷ് ബുക്ക് ഉണ്ട്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഉണ്ട്. ഓക്കെ, ദെൻ നോർമൽ അല്ലെ? സിംഗിൾ കോളം ക്യാഷ് ബുക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതിൽ സാർ പ്രഡിക്റ്റ് ചെയ്യുന്നു നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക് മക്കൾ കൃത്യമായിട്ട് പഠിക്കണമെന്ന്. ഓക്കെ, മറ്റതെല്ലാം ശ്രദ്ധിക്കണം. പെറ്റി ക്യാഷ് ബുക്ക് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതൊക്കെ പഠിക്കണം. പക്ഷേ ഡബിൾ കോളം ക്യാഷ് ബുക്ക് വരും. ഓക്കെ, ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. റെഡി? ഓക്കെ, അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എങ്ങനെ ചെയ്യുന്നു, നമ്മളെ കോൺട്രാ എൻട്രി ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. റെഡി? യെസ്, ദെൻ അടുത്തതാണ് നമ്മുടെ ഇക്വേഷൻ, അക്കൗണ്ടിങ് ഇക്വേഷൻ
അല്ലെ? നമ്മുടെ +1 അക്കൗണ്ടൻസിയിൽ നമ്മൾ അക്കൗണ്ടൻസിന്റെ ബേസിക് കാര്യങ്ങൾ കൃത്യമായി പഠിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഐറ്റമാണ് ഇത് അക്കൗണ്ടിങ് ഇക്വേഷൻ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ക്വസ്റ്റ്യനിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ, ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ എന്താകണം? അക്കൗണ്ടിങ് ഇക്വേഷൻ മക്കൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഓക്കെ, റെഡി? യെസ്. ദെൻ നോക്കൂ. യെസ്, നമുക്ക് എന്താ? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒരു ഫോർമുലയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചതാണ് ഏത്? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്, BRS എന്ന് പറഞ്ഞാൽ. ഓക്കെ, BRS കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, എന്തായാലും നമ്മൾ നിർബന്ധമായിട്ടും അത് മക്കൾ തന്നെ പഠിക്കും അല്ലെ? കൃത്യമായിട്ട് മക്കൾക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ അതാണ് ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത്? BRS ഉണ്ടാകും. ഓക്കെ, റെഡി? ഇപ്പൊ BRS കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ പറഞ്ഞ ഫോളോയിങ് ആ ഒരു മെത്തേഡിൽ തന്നെ കൃത്യമായിട്ട് പഠിക്കുക. ദെൻ നമ്മളെ ലാസ്റ്റത്തെ ഐറ്റമാണ്. മറ്റൊന്നുമല്ല, മക്കൾക്ക് അറിയാം ഒരു ബാലൻസ് ഷീറ്റ് അല്ലെ? ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് ബാലൻസ് ഷീറ്റ് ചോദിക്കാതെ മക്കൾക്ക് എന്താണ്? ഒരു എക്സാം നടത്തില്ല അല്ലെ? എസ് ആയിട്ട് നമുക്ക് എന്തായാലും ഏത് വരും? ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് ബാലൻസ് ഷീറ്റ് വരും. പക്ഷേ അത് നമ്മൾ എന്താക്കേണ്ട? പ്രെഡിക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് കൃത്യമായി ചോദിച്ചിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഒരു ബാലൻസ് ഷീറ്റിൽ മക്കൾക്ക് എന്തുണ്ടാവും? അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവും. എന്തുണ്ടാവും? അഡ്ജസ്റ്റ്മെന്റ്സ് കൃത്യമായിട്ടുണ്ടാവും. ആ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് ആയിട്ട് മക്കൾ പഠിച്ചിരിക്കേണ്ട അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമുക്ക് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ് പഠിക്കാണ്ടല്ലോ. 10-12ഓളം അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. അതിൽ മക്കൾക്ക് ഈ പ്രാവശ്യത്തെ എന്താണ്? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ട് ക്വസ്റ്റ്യനിൽ തരുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ഇതായിരിക്കും. ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും, മറ്റൊന്ന് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റിന്റെ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് ആയിരിക്കും. ദെൻ ഒന്ന് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും, ദെൻ അതുപോലെ തന്നെ ഒന്നുകിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് കാര്യങ്ങളാണ്. ദെൻ അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ ഉണ്ടാവും. ദെൻ അതുപോലെ ലോണും ഉണ്ടാവും. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളുക. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. റെഡി? അപ്പോൾ മറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും നോക്കണ്ട എന്നല്ല, നമ്മൾ ഈ ഫോക്കസ് ചെയ്യേണ്ടതും എന്താണ്? ഈ പ്രാവശ്യം നമ്മൾ വരും എന്ന് കരുതേണ്ടത് ഏതാണ്? ഈ ഒരു ഐറ്റമാണ്. ഓക്കെ, റെഡി? എന്ന് വെച്ചിട്ട് മറ്റൊന്നും പഠിക്കാതെ ഇത് മാത്രം പഠിച്ചിട്ട് പോവുകയല്ല വേണ്ടത്. കൃത്യമായിട്ടെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മക്കൾ എന്താക്കുക? കൃത്യമായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മക്കൾക്ക് കൃത്യമായിട്ട് വന്നിരിക്കും. ഓക്കെ, എക്സാമിനുണ്ടാകും. റെഡി? ഓക്കെ, യെസ്. അപ്പോൾ കൃത്യമായിട്ട് സെറ്റാക്കി അടിപൊളിയാക്കി പഠിക്കുക. നമുക്ക് എക്സാം ഉണ്ടാക്കണം, ഷാറാക്കണം. റെഡി? യെസ്. നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.